മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ പേരിൽ ഇനി നെഹ്റു എന്നതുണ്ടാവില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള മ്യൂസിയത്തിന്റെയും ലൈബ്രറിയുടെയും പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി എന്നാക്കിയാണ് കേന്ദ്ര സർക്കാർ തിരുത്തിയത്. നേരത്തെ എടുത്ത തീരുമാനം സ്വാതന്ത്ര്യദിനത്തിൽ മ്യൂസിയം അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. എല്ലാ പ്രധാനമന്ത്രിമാർക്കും മ്യൂസിയത്തിൽ ഇടം നൽകുകയാണ് മോദി ചെയ്യുന്നതെന്നാണ് BJP നേതാവ് രവിശങ്കർ പ്രസാദ് പറയുന്നത്. കേന്ദ്ര നടപടിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയരുകയാണ്. കോൺഗ്രസിന് നെഹ്റുവിനെയും കുടുംബത്തെയും കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂവെന്ന് BJP ആരോപിക്കുന്നു. എന്നാൽ നെഹ്റുവിന്റെ പൈതൃകത്തെ നശിപ്പിക്കാനുള്ള ശ്രമമെന്ന് കുറ്റപ്പെടുത്തിയ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മോദിയെ നയിക്കുന്നത് ഭയവും അരക്ഷിതാവസ്ഥയുമാണെന്ന് പരിഹസിച്ചു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജയിൽവാസം അനുഭവിച്ച ആദ്യ പ്രധാനമന്ത്രിയോടുള്ള വെറുപ്പാണ് നടപടിക്ക് കാരണം എന്നായിരുന്നു മാണിക്യം ടാഗോർ MP-യുടെ പ്രതികരണം. നെഹ്റുവിന്റെ പേരിനെ തന്നെ BJP ഭയക്കുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. ഒരിക്കൽ ബ്രിട്ടീഷ് സേനാ തലവന്റെ വസതിയായിരുന്ന തീൻമൂർത്തി ഭവനിൽ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ജവഹർലാൽ നെഹ്റു 16 വർഷം താമസിച്ചു. പിന്നീട് അത് കേന്ദ്ര സർക്കാർ സ്മാരകമാക്കി രൂപകൽപ്പന ചെയ്തപ്പോൾ അത് രാജ്യത്തെ മികച്ച ലൈബ്രറികളിൽ ഒന്നായി മാറി. എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ചരിത്രം പറയുന്ന മ്യൂസിയം ഇവിടെ തുടങ്ങിയ ശേഷമാണ് സ്ഥാപനത്തിന്റെ പേര് തന്നെ ഇപ്പോൾ കേന്ദ്രം മാറ്റി എഴുതിയിരിക്കുന്നത്.